നെക്സ്റ്റ് ദ ട്രാൻസ്പോസ് ഓഫ് എൻ എം ബൈ എൻ മാട്രിക്സ് എ എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് എന്നുള്ളത് എ റേസ് ടു ടി എന്ന രൂപത്തിൽ ഡിനോട്ട് ചെയ്യും. എ റേസ് ടു ടി. എ എന്ന് പറഞ്ഞ മാട്രിക്സിൻ്റെ റോസും കോളം അങ്ങോട്ടോട്ട് മാറ്റുക. ഫസ്റ്റ് റോ 904 ഫസ്റ്റ് കോളാക്കുക, സെക്കൻഡ് റോ 375 സെക്കൻഡ് കോളാക്കുക. അങ്ങനെ കിട്ടുന്ന പുതിയ മാട്രിക്സിന് എ റേസ് ടു ടി അല്ലെങ്കിൽ എയുടെ ട്രാൻസ്പോസ് എന്ന് പറയും. ഇത് തിരിച്ചു ആവാം. ഈ കോള റോ ആക്കിയാൽ 93 എന്നുള്ള റോ ഇവിടെ 93 എന്നുള്ള റോ ആക്കുക, 07 എന്നുള്ള കോളം 07 എന്നുള്ള റോ ആക്കുക, 45 എന്നുള്ള തേർഡ് കോളം ഇവിടെ തേർഡ് റോ ആക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മതി, എന്തായാലും പ്രശ്നമില്ല. ഇൻ്റർചേഞ്ച് ചെയ്യുക, റോസ് കോളാക്കി റോസ് എടുത്ത് കോളാക്കുക, കോളെടുത്ത് റോസ് ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് ട്രാൻസ്പോസ് കിട്ടുന്നത്. അപ്പോൾ 72 എന്ന് പറഞ്ഞ റോ മെട്രിക്സ്, എൻ്റെ എന്തായാലും റോ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കോളം മെട്രിക്സ് ആയിരിക്കും. കണ്ടോ, കോളം മെട്രിക്സ്. ഇപ്പോൾ ഈ റോ മാറി കോളായിട്ട് മാറും, അതാണ്. ഇനി ഒരു ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് വീണ്ടും ആദ്യത്തെ മെട്രിക്സ് തന്നെ ആയിട്ട് മാറുന്നതാണ് ഇവിടെ കാണിച്ചത്. എ ട്രാൻസ്പോസ് ആണ് എ തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസാണ്. അതുപോലെ എ പ്ലസ് ബി ട്രാൻസ്പോസ് ആണ് ഓരോന്നിനും ട്രാൻസ്പോസ് എടുത്താൽ എ ട്രാൻസ്പോസ് ബി, എ മൈനസ് ബി ട്രാൻസ്പോസ് ആണ് എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ്. ഇനി ഒരു കെ ഇൻറ്റു സ്കേലാർ മൾട്ടിപ്പിളിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ സ്കേലാറിൻ്റെ ട്രാൻസ്പോസ് ആവശ്യമില്ല. കെ ഇൻറ്റു എ ട്രാൻസ്പോസ്, എൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് കെ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ രണ്ട് പ്രോഡക്റ്റ് എ ബി ട്രാൻസ്പോസ് എടുക്കുമ്പോൾ തിരിച്ചാണ്. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആയിരിക്കും. പ്രോഡക്റ്റ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അത് ഓരോ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് റിവേഴ്സിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആയിരിക്കും. ഇനി മൂന്നെണ്ണത്തിൻ്റെ സമ്മാകുമ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക. എ പ്ലസ് ബി ട്രാൻസ്പോസ് മൂന്നെണ്ണത്തിൻ്റെ കാര്യത്തിൽ എ പ്ലസ് ബി പ്ലസ് സി ട്രാൻസ്പോസ് ആണ് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് സി ട്രാൻസ്പോസ്. അതുപോലെ പ്രോഡക്റ്റ് എ ബി സി ആകുമ്പോൾ എ ബി സിൻ്റെ ട്രാൻസ്പോസ്, മൂന്ന് മെട്രിക്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ തിരിച്ച് തന്നെ എടുക്കണം. സി ട്രാൻസ്പോസ് ആദ്യം ഇൻറ്റു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് വരുന്നത്. ഇനി സീറോ മെട്രിക്സ് പറഞ്ഞാൽ എല്ലാ എൻട്രീസും സീറോ ആവുന്നതാണ്. ഒരു സീറോ മെട്രിക്സ് ആണ് ഇത്. 1 റോ 1 കോളം, 1/n സീറോ മെട്രിക്സ് ആണ്. 1/1 ഇത് 2/1 സീറോ മെട്രിക്സ്, 2 റോസ് 1 കോളംസ് എല്ലാം സീറോസ് ആണ്. ഇത് 2/2 സീറോ മെട്രിക്സ് ആണ്. ഇത് 3/2 സീറോ മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി സ്ക്വയർ മെട്രിക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു സ്ക്വയർ മെട്രിക്സ് ലോവർ ട്രയാങ്കുലർ എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ മെയിൻ ഡയഗണൽ പരിശോധിച്ചാൽ ഡയഗണലിൻ്റെ താഴെ മേലെ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ താഴെയുള്ള ഭാഗമേ ഉള്ളൂ, മേലെ കംപ്ലീറ്റ് സീറോ ആണെങ്കിൽ ലോവർ ട്രയാങ്കുലർ എന്ന് പറയും. ഏതാണോ ഉള്ളത് സീറോ അല്ലാതെ കിടക്കുന്നത്, ലോവർ ഉണ്ട്, ഇല്ലെങ്കിൽ ലോവർ പാർട്ട് ഉണ്ട്, അപ്പോൾ ലോവർ ട്രയാങ്കുലർ എന്ന് പറയും. ഇനി അപ്പർ ട്രയാങ്കുലർ എന്ന് പറയണമെങ്കിൽ മുകൾ ഭാഗമേ ഉള്ളൂ, താഴെയൊക്കെ ഡയഗണലിന് താഴെയൊക്കെ സീറോ ആണ്, അതാണ് അപ്പർ ട്രയാങ്കുലർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ട്രയാങ്കുലർ ആണെങ്കിൽ ഏതും ഒന്നായാൽ മതി, ഒന്നുകിൽ ലോവർ ട്രയാങ്കുലർ അല്ലെങ്കിൽ അപ്പർ ട്രയാങ്കുലർ ട്രയാങ്കുലർ മെട്രിക്സ് പറയണമെങ്കിൽ. ഇനി ഒരു മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് പറയണമെങ്കിൽ അതിൻ്റെ മെയിൻ ഡയഗണൽ ഒഴികെ എല്ലാം സീറോസ് ആയിരിക്കും. മെയിൻ ഡയഗണൽ മാത്രമേ ഉണ്ടാവും, ബാക്കിയെല്ലാം സീറോസ് ആയിരിക്കണം. ഇതിനാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഡയഗണൽ മെട്രിക്സ് തന്നെ എന്താ ഡയഗണൽ മെട്രിക്സ് പറഞ്ഞാൽ മെയിൻ ഡയഗണൽ ഒഴികെ ബാക്കി എല്ലാ സീറോസ് ആയിരിക്കും. അതിൻ്റെ മെയിൻ ഡയഗണലിൻ്റെ മുകൾ ഭാഗവും താഴെ ഭാഗം എല്ലാം സീറോസ് ആയിരിക്കും. ഇനി ആ ഡയഗണൽ മെട്രിക്സിൽ ഈ മെയിൻ ഡയഗണലിൽ നോൺ സീറോ വരാമെന്ന് പറഞ്ഞില്ലേ, അതെല്ലാം ഒരേ നമ്പർ വരികയാണെങ്കിൽ അതിന് സ്കേലാർ മാട്രിക്സ് എന്ന് പറയും. അപ്പോൾ മെയിൻ ഡയഗണലിൽ 1 1 1 അല്ലെങ്കിൽ 2 2 2 ഒരേപോലെ വരിക, അതിനാണ് സ്കേലാർ മാട്രിക്സ് പറയാം. ഇനി ഇതിൽ തന്നെ ഈ സ്കേലാർ മാട്രിക്സ് തന്നെ പിന്നെ എല്ലാ മെയിൻ ഡയഗണൽ എൻട്രീസും 1 ആണെങ്കിൽ അപ്പോൾ 1 1 1 എന്ന് വരും ഡയഗണലായിട്ട്, ബാക്കിയെല്ലാം സീറോസ് ആയിരിക്കും ഡയഗണലല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ളതിനാണ് നമ്മൾ ഐഡൻറ്റിറ്റി മാട്രിക്സ് എന്ന് പറയുന്നത്. നമ്മൾ IN ഡിനോട്ട് ചെയ്യും. IN എന്ന് വെച്ചാൽ n റോസും n കോളംസും ഉള്ള അല്ലെങ്കിൽ ഓർഡർ n ആയിട്ടുള്ള ഐഡൻറ്റിറ്റി മാട്രിക്സിനെയാണ് നമ്മൾ IN ഡിനോട്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മാട്രിക്സ് എങ്ങനെയായിരിക്കും, ഡയഗണലെല്ലാം 1 ആയിരിക്കും, ബാക്കിയെല്ലാം സീറോസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു I3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ 1 0 0, സെക്കൻഡ് 0 1 0, തേർഡ് 0 0 1 ആയിരിക്കും. I4 എന്ന് പറഞ്ഞാൽ 4/4 സ്ക്വയർ മെട്രിക്സ് ആണ്. അതിൽ ഡയഗണലെല്ലാം 1 ആയിരിക്കും, ബാക്കിയെല്ലാം സീറോസ്. എന്ന് പറഞ്ഞാൽ അതെങ്ങനെയായിരിക്കും, ഫസ്റ്റ് റോ 1 0 0 0, അടുത്ത് 0 1 0 0, അടുത്ത് 0 0 1 0, ലാസ്റ്റ് 0 0 0 1, ഇങ്ങനെ വരും. ഓക്കെ,
അതാണ് I4 എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രോപ്പർട്ടി ഉള്ളത്, ഈ ഐഡൻറ്റിറ്റി മെട്രിക്സിനെ ഏത് മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാലോ അതേ മെട്രിക്സ് സെയിം മെട്രിക്സ് കിട്ടും എന്നുള്ളത്. ഇനി ഒരു മെട്രിക്സ് സിമെട്രിക് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് അതേ മെട്രിക്സ് ആയിട്ട് വരണം. ഒരു മെട്രിക്സ് സിമെട്രിക് ആവണമെങ്കിൽ A ട്രാൻസ്പോസ് A തന്നെ ആയിരിക്കണം. അതാണ് സിമെട്രിക് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ. ട്രാൻസ്പോസ് എടുക്കുന്ന നേരത്തെ പറഞ്ഞല്ലോ, റോസും കോളവും അങ്ങോട്ടോട്ട് മാറ്റിയിടാം. അങ്ങനെ ഒരു മെട്രിക്സിന് റോസും കോളും അങ്ങോട്ടോട്ട് മാറ്റിയിട്ടാലും മെട്രിക്സിന് മാറ്റം വരില്ല, അതേ മെട്രിക്സിനെ കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. ഇനി കുറച്ച് പ്രോബ്ലംസാണ്. A എന്ന് പറഞ്ഞ മെട്രിക്സ് 1 -2 -2 4 ആണ്. B എന്ന് പറഞ്ഞ മെട്രിക്സ് 6 3 2 1 ആണ്. C എന്ന് പറഞ്ഞ മാട്രിക്സ് 0 2 3 4 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് AB, അതുപോലെ BA, A × B × C, AB × C, അതുപോലെ AC, A × B + C, 2A - 3B ഉള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക. എന്നിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും A × B × C യും AB × C യും ഈക്വലാണ് അസോസിയേറ്റിവിറ്റി പ്രോഡക്റ്റിന്. പിന്നെ AB യും BA ഈക്വൽ ആണോ എന്ന് നോക്കി ചെക്ക് ചെയ്യുക. ജനറലായിട്ട് ഈക്വൽ ആവില്ല. ആൻഡ് A × B + C, AB + AC ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വിശദമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിച്ച് നോക്കിയാൽ മതി. ഓരോ കാര്യങ്ങളും വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. AB എന്ന് പറഞ്ഞ കാണുന്ന പ്രോഡക്റ്റ് കാണുമ്പോൾ എപ്പോഴും A എഴുതുക, B എഴുതുക. A എഴുതി അതിനുശേഷം B എഴുതുക. ഇതിൻ്റെ റോ മാർക്ക് ചെയ്യുക, R1 R2, പിന്നെ C1 C2 കോളോ മാർക്ക് ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുന്ന R1 C1 R1 C2, അടുത്ത് R2 C1 R2 C2. മൾട്ടിപ്ലൈ എന്ന് അറിയാം, ആ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ R1 C1 എന്ന് പറഞ്ഞാൽ 1 × 6 + -2 × -4 -2. അപ്പോൾ 1 × 6 6 + -4 ആയിരിക്കും. അതാണ് ഇവിടെ വരും ഫസ്റ്റ്. പിന്നെ R1 C2 എന്ന് പറഞ്ഞാൽ എന്താ, 1 × 3 അത് 3 + -2 × 1 അതായത് -2, 3 + -2 അതായിരിക്കും അടുത്ത എൻട്രി. അങ്ങനെ അടുത്ത് R2 വെച്ചിട്ട് ചെയ്യുക, അപ്പോൾ ആൻസർ കിട്ടും. ഇതേപോലെ തിരിച്ച് BA ആകുമ്പോൾ B ആദ്യം എഴുതുക, പിന്നെ A എഴുതുക, Bൻ്റെ R1 R2 മാർക്ക് ചെയ്യുക, Aയുടെ C1 C2 മാർക്ക് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് ഇതാണ്. പക്ഷേ ഇത് രണ്ടും ഈക്വൽ അല്ല, ഉണ്ടല്ലേ, AB യും BA ഈക്വൽ അല്ല എന്ന് കാണാൻ പറ്റും. പിന്നെ നമ്മൾ BC കാണുന്നുണ്ട്, AC കാണുക, ഇങ്ങനെ ഓരോന്നും കണ്ടിട്ട് A × BC, അപ്പോൾ BC കണ്ടു വെച്ചിട്ടുള്ളൂ, അപ്പോൾ A എഴുതുക, പിന്നെ BC എഴുതുക, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ AB എഴുതുക, ഇത് ABന്, പിന്നെ അതിനോട് C മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടും ഈക്വൽ ആയിരിക്കും, അങ്ങനെ കാണാൻ പറ്റും. പിന്നെ B + C കാണുക, A × B + C കാണുക, എന്നിട്ട് അതുപോലെ AB + AC സെപ്പറേറ്റ് കാണുക, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കാണാൻ പറ്റും. പിന്നെ 2A - 3B കാണാൻ വേണ്ടിയിട്ട് 2 × A - 3 × B എന്ന് എഴുതുമ്പോൾ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 1 2 × -2 2 × -2 2 × 4 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ 3 × 6 3 × 3 3 × 2 3 × 1 എന്നിട്ടാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, വേറൊരു പ്രോബ്ലം നോക്കാം. A എന്ന് പറഞ്ഞ ഒരു കോളം മാട്രിക്സ് ആണ്. A 8 - 10 4 8 - 10 ആണ് A. B എന്ന് പറഞ്ഞ ഒരു റോ മാട്രിക്സ് ആണ്, അല്ലെ റോ വെക്ടറാണ്, 2 4 5 ആണ്. അപ്പോൾ നമുക്ക് 2A - 3B ട്രാൻസ്പോസ് കണ്ടിട്ട് അതിൻ്റെ മൊത്തത്തിൽ ട്രാൻസ്പോസ് കാണാനാണ് പറയുന്നത്. എന്നിട്ട് അത് വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇങ്ങനെ വെരിഫൈ ഇതിൻ്റെ ട്രാൻസ്പോസ് മൈനസ് ഇതിൻ്റെ ട്രാൻസ്പോസ്. അപ്പോൾ 2 × A ട്രാൻസ്പോസ് അവർ 2ന് ട്രാൻസ്പോസ് എടുക്കാൻ പാടില്ല, സ്കെയിലാർ. 2 × A ട്രാൻസ്പോസ് -3 × B ട്രാൻസ്പോസ് അത് B ആയിരിക്കും. അപ്പോൾ ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതും ആൻസർ ചെക്ക് ചെയ്യാം. മറ്റൊരു ക്വസ്റ്റ്യൻ A B തന്നിട്ടുണ്ട്. അപ്പോൾ A² A³ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ A² എന്ന് പറഞ്ഞാൽ A × A ആണ്, A³ എന്ന് പറഞ്ഞാൽ A × A × 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ A² ഓൾറെഡി അറിയെങ്കിൽ A³ കാണാൻ എളുപ്പമാണ്, കാരണം A² × A എന്ന് പറഞ്ഞ് ചെയ്താൽ മതി. അങ്ങനെയാണ് A³ കാണാൻ എളുപ്പം. അല്ലാതെ 3 പ്രാവശ്യം മാട്രിക്സ് A ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓൾറെഡി A² കാണാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ മിക്കവാറും A³ കാണുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ വെരിഫൈ ചെയ്യേണ്ടത് A ട്രാൻസ്പോസ് A ആണെന്ന്, A + B ട്രാൻസ്പോസ് A ട്രാൻസ്പോസ് + B ട്രാൻസ്പോസ് ആണെന്ന്, AB ട്രാൻസ്പോസ് = B ട്രാൻസ്പോസ് A ട്രാൻസ്പോസ്, BA ട്രാൻസ്പോസ് പറഞ്ഞാൽ 6A ട്രാൻസ്പോസ് പറഞ്ഞാൽ 6 × A ട്രാൻസ്പോസ്. ഓക്കെ, ഇതൊക്കെ വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ.
എ എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിട്ടുണ്ട്. ഈ മെട്രിക്സ് ഫസ്റ്റ് റോ 2 1, സെക്കൻഡ് റോ 6 3, തേർഡ് റോ 2 5 ആണ്. നമ്മൾ അതിനെ ട്രാൻസ്പോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു മെട്രിക്സ് ഉണ്ടാക്കും ബി. അത് സിമെട്രിക് ആണെന്ന് വെരിഫൈ ചെയ്യണം. ബി സിമെട്രിക് ആണെന്ന് വെരിഫൈ ചെയ്യണം. ബി സിമെട്രിക് ആവുന്ന പറഞ്ഞാൽ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ആയിരിക്കണം അല്ലേ. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ എ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ എ എഴുതുക, അതിൻ്റെ ട്രാൻസ്പോസ് ചെയ്തു ഇങ്ങനെ വരില്ലോ. ആ റോ മാറി കോളാക്കി ചെയ്താൽ 2 1 എന്നുള്ള റോ 2 1 എന്നുള്ള കോളാക്കും. 6 3 എന്നുള്ള റോ 6 3 എന്നുള്ള കോളാവും. 2 5 എന്നുള്ള തേർഡ് റോ തേർഡ് കോളാവും. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. മൾട്ടിപ്ലൈ എന്ന് അറിയാലോ, 2 × 2 + 1 × 1, അതായത് ആദ്യത്തെ ആൻസർ 5. പിന്നെ R1 × C2, അപ്പോൾ 2 × 6 + 1 × 3 ആണ്, അത് 15. പിന്നെ 2 × 2 + 1 × 5 ആണ്, അത് 9. അങ്ങനെ അടുത്ത് റോ വെച്ചിട്ട് 6 × 3 6 3 2 1 മൾട്ടിപ്ലൈ ചെയ്യാം, അതിവിടെ കിട്ടും. അവിടെ തേർഡ് റോ 2 5 2 1 അതിവിടെ ചെയ്തു. അങ്ങനെ എല്ലാം എഴുതുക. അപ്പോൾ അത് കിട്ടി, ബി കിട്ടി. അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടു നോക്കി, അത് സെയിമാണ് ബി. അപ്പോൾ അതുകൊണ്ട് ബി സിമെട്രിക് ആണ്. എന്തായാലും സിമെട്രിക് ആകുമ്പോൾ ഡയഗണൽ നോക്കിയാൽ ഡയഗണലിന് അപ്പുറത്തും ഒരേപോലെ മിറർ ഇമേജ് പോലെ വരും. ഇത് ഡയഗണൽ കണ്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഇവിടെ വരും, ഇവിടെ നിന്ന് ഇവിടെ വരും, ഇവിടെ നിന്ന് ഇവിടെ വരും, അങ്ങനെ വരും. അതാണ് സിമെട്രിൻ്റെ പ്രത്യേകത. ഒരു മെട്രിക്സ് നോക്കിയ സിമെട്രിക് ആണെന്ന് എളുപ്പത്തിൽ അങ്ങനെ മനസ്സിലാവും. മെയിൻ ഡയഗണൽ വരച്ച് വെക്കുക. ഇങ്ങനെ വരുന്ന എലമെൻറ്റ്സ് പ്രോപ്പറോ സെയിം ആയിരിക്കും, പ്രോപ്പറോ സെയിം ആയിരിക്കും, പ്രോപ്പറോ സെയിം. ഇവിടെ ഒരു മിറർ വെച്ച പോലെ ഇമേജ് വരും. എല്ലാം ദിസ് ഒരു മിറർ വെച്ചാൽ മിറർ ഇമേജ് പോലെ വരും. അപ്പോൾ അത് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അത് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ സിമെട്രിക് ആയിരിക്കും. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ. ഇഫ് എ ഈസ് എൻ M/N മാട്രിക്സ് then A × A ട്രാൻസ്പോസ് ഈസ് സിമെട്രിക്. ഒരു M/N മാട്രിക്സ് എടുത്താൽ അതും അതിന് ട്രാൻസ്പോസിറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന മാട്രിക്സ് സിമെട്രിക് ആയിരിക്കും എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു എക്സാമ്പിളായിട്ടാണ് നമ്മൾ കാണിച്ചത്. തൊട്ട് മുന്നേയുള്ള ഒരു പ്രോബ്ലം ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചാണ്. പക്ഷേ ജനറലായിട്ട് ഒരു M/N മാട്രിക്സ് എടുത്താൽ ആ മാട്രിക്സിന് അതിൻ്റെ ട്രാൻസ്പോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മാട്രിക്സ് സിമെട്രിക് ആയിരുന്നു പറയാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ ബി എന്ന് എടുക്കാം. നമുക്ക് A × A ട്രാൻസ്പോസിനെ ബി എടുത്തു. അപ്പോൾ നമ്മൾ എന്താ കാണിക്കേണ്ടത്, ബി സിമെട്രിക് ആണ്. അത് ബി ട്രാൻസ്പോസ് ബി തന്നെയാണ് കിട്ടും. ബി ട്രാൻസ്പോസ് എടുക്കുക. അപ്പോൾ ബി എന്ന് പറയുന്നതല്ല അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക റിവേഴ്സ് ആയിട്ടാണ്. ആദ്യം ഇതിൻ്റെ ട്രാൻസ്പോസ് ഇൻറ്റു ഇതിൻ്റെ ട്രാൻസ്പോസ്. അപ്പോൾ A ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ്. ട്രാൻസ്പോസ് A തന്നെയാണ്. അപ്പോൾ A × A ട്രാൻസ്പോസ് അത് ബി തന്നെയാണ്. ശരി, അപ്പോൾ ബി ട്രാൻസ്പോസ് ബി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബി ഈസ് സിമെട്രിക്. ഓക്കെ, ഇത് ജനറലായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ്, find two matrices A, B such that AB = 0 but A not equal to 0 and B not equal to 0. സാധാരണ നമ്പേഴ്സ് പോലെയല്ല. സാധാരണ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് 0 വന്ന എയും ബി നമ്പേഴ്സാണ്, സാധാരണ നമ്പേഴ്സ്, മെട്രിക്സ് അല്ല, സാധാരണ നമ്പേഴ്സാണ് വിചാരിക്കുക. രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് 0 ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 ആയിരിക്കും. പക്ഷേ മെട്രിക്സിന് അങ്ങനെയില്ല. രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് 0 മെട്രിക്സ് 0 കിട്ടാണ് 0 മെട്രിക്സ് കിട്ടിയതാണ് അതിൻ്റെ അർത്ഥം. ഇതിൽ രണ്ടും 0 മെട്രിക്സ് അല്ലാതെ വരാം. A not equal to 0, B not equal to 0. രണ്ട് 0 മെട്രിക്സ് അല്ലാത്ത എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 മെട്രിക്സ് കിട്ടാം. നമ്പേഴ്സിന് അത് പോസിബിൾ അല്ല. രണ്ട് 0 അല്ലാത്ത നമ്പേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരിക്കലും 0 കിട്ടില്ല. പക്ഷേ മെട്രിക്സിന് പോസിബിളാണ്. A എന്നുള്ള മെട്രിക്സ് നിങ്ങൾ ഇതെടുത്താൽ മതി. 1 0 0 0 എടുക്കുക. B എന്നുള്ള മെട്രിക്സ് 0 0 1 1 എടുക്കുക. ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ A 0 മെട്രിക്സ് അല്ലല്ലോ, ഇവിടെ 1 ഉണ്ടല്ലേ, എല്ലാം 0 അല്ലല്ലോ. അതുപോലെ ബിയും 0 മെട്രിക്സ് അല്ല. പക്ഷേ A × B മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 1 0 1 0 ഇതല്ലേ മൾട്ടിപ്ലൈ ആദ്യം, അപ്പോൾ അത് 0 ആയിരിക്കും. പിന്നെ 1 0 0 1 മൾട്ടിപ്ലൈ ചെയ്താൽ അതും 0 ആയിരിക്കും. പിന്നെ 0 0 0 1 മൾട്ടിപ്ലൈ ആയിരിക്കും. 0 0 0 1 മൾട്ടിപ്ലൈ 0 ആയിരിക്കും എന്ന് പറഞ്ഞാൽ 0 മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ എയും ബിയും 0 അല്ലാത്ത മെട്രിക്സ് ആണ്. പക്ഷേ A × B എന്ന് പറയുന്ന മെട്രിക്സ് 0 മെട്രിക്സ് ആയിരിക്കും.